ഫൈനലി അങ്ങനെ നമുക്കൊരു ബ്ലാക്ക് സ്നേപ്പിനെ കിട്ടിയിരിക്കുകയാണ് GTA 6 മുന്നേ. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. HBO പുതിയ ഹാരി പോട്ടർ സീരീസിൽ സ്നേപ്പിനെ ഇവര് റേസ് സ്വാപ്പ് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആക്ടറിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പാപ്പ എസിഡു എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ആക്ടറാണ് ഇനി മുതൽ സ്നേപ്പ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ പഴയ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മൾ ഈ ഫേസ് കാണിച്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, HBO സീരീസ് ആക്കാൻ പോവാണ് ഹാരി പോട്ടറിനെ പുതിയ ജെൻസി ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കവാറും ഈ വോക്ക് അജൻഡിയും DA ഹയേഴ്സിനും കൊണ്ട് കുത്തി നിറയ്ക്കാൻ പോവുകയാണ്. ആകെ ഒരു പ്രതീക്ഷ ഉള്ളത് JK റൗളിംഗ് ഇപ്പോഴും ഉണ്ട്. ഫുൾ റൈറ്റ്സ് ഇപ്പോൾ JK റൗളിങ്ങിൻ്റെ കയ്യിൽ തന്നെയാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയാണ്. അപ്പോൾ JK റൗളിങ്ങിനെ അറിയാമല്ലോ, JK റൗളിങ് മെയിൻ റൈറ്റ് വിങ്ങിൻ്റെ ആളാണ്. ട്രാൻസിനെതിരെയൊക്കെ തെറി വിളിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ്. ഈ DAയും വോക്കൊക്കെ എതിരാണ് പുള്ളിക്കാരി. അവരുള്ളത് കൊണ്ട് മാത്രം ചിലപ്പോൾ ഇതൊന്നും നടന്നു എന്ന് വരില്ല. അപ്പോൾ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കൊല്ലം എങ്ങാണ്ടായി ഒരു ന്യൂസ് വന്നിട്ട്. അപ്പോൾ കറക്റ്റ് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും ബ്ലാക്ക് സ്നേപ്പിനെ ആക്കിയിട്ടുണ്ട്. സ്നേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അറിയാലോ, ഒരു അണ്ടർ ഡോഗ് ക്യാരക്ടറാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ആദ്യം ഒരു വില്ലൻ ആർക്കിലേക്ക് ഇങ്ങനെ പോയി അവസാനം ഒരു റിഡംഷൻ ആർക്ക് കൂടെ കഴിഞ്ഞ് ആ ഒരു സർക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ആ സ്നേപ്പായിട്ട് അഭിനയിച്ച ആക്ടർ മരിക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഒരു ഇമോഷണൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ആ ക്യാരക്ടറിനോട്. നമ്മൾ ഈ സീരീസ് തുടങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത ക്യാരക്ടറായിരിക്കും അത്, അവസാനം നമ്മുടെ ഒരു ഫേവറേറ്റ് ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യും. ഈ ഒരു ഡൈനാമിക്സ് ഒക്കെ ഇനി എങ്ങനെ വരും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം ഇവർ ഒന്നാമത് ഇത് ചെയ്യേണ്ട, ഈ സീരീസ് ഇറക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ ഓരോ കോൺട്രവേഴ്സീസ്, ഇത് എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇനി കഥയും ഇതിലെ സംഭവങ്ങളൊന്നും വേണ്ടി വരില്ല. ഇനി മുഴുവൻ ഇതന്നെയായിരിക്കും. ഇത് വോക്കായി, ഹാരി പോട്ടർ വോക്കായി, ഇവർ ഫുള്ള് DA ഹയേഴ്സിനെയാണ് കയറ്റുന്നത്, ജെൻഡർ സ്വാപ്പും റേസ് സ്വാപ്പൊക്കെ ചെയ്യാണ് ഇവർ എന്നുള്ള പരാതി പരിഭവവും മാത്രമായിരിക്കും ഇനി ഓരോ എപ്പിസോഡ് ഇറങ്ങുമ്പോഴും. അല്ലാതെ കഥ എന്താണ്, ഇതിലെന്താണ് സംഭവം, അതൊന്നും ഇനി ആരും ചർച്ച ചെയ്യാനേ പോകുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അതായത് അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് മുഴുവൻ കോൺസെൻട്രേഷൻ അങ്ങോട്ട് പോകും. ഈ മെയിൻ കാര്യത്തിൽ ആരും മൈൻഡേ ചെയ്യില്ല. ഇത് തന്നെയാണ് ഇവിടെ ഈ ഹാരി പോട്ടർ സീരീസിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നത് ഹാരി പോട്ടർ റോണും ഹെർമൈനിയും ആരാണെന്ന് അറിയാനാണ്. ഇനി അതിലും ഇവന്മാർ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയില്ല. JK റോളിങ്ങിലാണ് ആകെ ഒരു പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതായി.